ഹലോ ഗായ്സ്, ഞാൻ മനു. ഞാനൊരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റാണ്. ഇത് എൻ്റെ പ്ലേലിസ്റ്റിലെ, അതായത് സീറോ ടു ഹീറോ ലെവൽ ഓഫ് ഹാക്കിംഗ് എന്നതിൻ്റെ പ്ലേലിസ്റ്റിലെ 4ാമത്തെ വീഡിയോയാണ്. പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതെല്ലാം ലിനക്സ് കമാൻഡ്സിനെ കുറിച്ചാണ്. എന്നാൽ ഇപ്പോൾ പറയാൻ പോകുന്നത് സൈബർ സെക്യൂരിറ്റി ടോപ്പിക്കിലെ വളരെ ഇമ്പോർട്ടൻ്റും ആദ്യത്തേതുമായ ചാപ്റ്ററിനെ കുറിച്ചാണ്. അതെ, സ്റ്റെപ്സ് ഓഫ് ഹാക്കിംഗ്. ഹാക്കിങ്ങിൻ്റെ 5 സ്റ്റെപ്പുകൾ. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്താണ് ഹാക്കിംഗ്, എങ്ങനെയാണ് ഹാക്കിംഗ് നടക്കുന്നത്, ഒരു ഹാക്കർ ഒരു ക്രൈം ചെയ്യുവാനായിട്ട് പോകുമ്പോൾ അയാൾ ഫോളോ ചെയ്യുന്ന 5 സ്റ്റെപ്സ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽ ആകാൻ താല്പര്യപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് ഇതേ 5 സ്റ്റെപ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ 5 സ്റ്റെപ്സ്: റെക്കഗ്നൈസൻസ്, സ്കാനിങ്, ഗെയിനിങ് ആക്സസ്, മെയിൻറ്റെയിനിങ് ആക്സസ്, അറ്റ് ലാസ്റ്റ് ക്ലിയറിംഗ് ദ ട്രാക്സ്. ഇതാണ് ആ 5 സ്റ്റെപ്പ്. ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ കാര്യം മനസ്സിലായെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. അതാവുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും ഇതേ കണ്ടന്റ് റീകോൾ ചെയ്യാൻ പറ്റും. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് റെക്കഗ്നൈസൻസ്, അതല്ലെങ്കിൽ ഇൻഫർമേഷൻ ഗ്യാതറിംഗ്. നമുക്ക് ഹാക്കിംഗ് എന്നുള്ള കൺസെപ്റ്റിന് പകരം ഒരു കള്ളൻ ഒരു റോബറി നടത്താൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറി ഒരു വസ്തു മോഷ്ടിക്കണമെങ്കിൽ അയാൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് എന്താണ്? ഇൻഫർമേഷൻ. ആ ഒരു വീട്ടിൽ എന്താണ് വാല്യുബിളായിട്ടുള്ളൊരു അസറ്റ് ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു വീട്ടിൽ എന്തെങ്കിലും വാല്യുബിളായിട്ടുള്ള കണ്ടന്റ് ഉണ്ടോ തുടങ്ങിയ ഇൻഫർമേഷൻസ് അയാൾക്ക് കിട്ടണം. അയാൾ ആദ്യമേ ഒരു വീട് ലൊക്കേറ്റ് ചെയ്യുന്നു, അവിടെ ആരൊക്കെ താമസിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇതെല്ലാം ഒരു ഇൻഫർമേഷൻ ഗ്യാതറിംഗ് പ്രോസസ്സാണ്. ഇതേ പ്രോസസ്സ് തന്നെയാണ് ഒരു ഹാക്കറും ഫസ്റ്റ് ചെയ്യുന്നത്. ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു സെർവർ, അവിടെ എന്തെങ്കിലും വാല്യുബിളായിട്ടുള്ള കണ്ടന്റ് ഉണ്ടോ, അല്ലെങ്കിൽ അവർ ഏത് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അവിടുത്തെ OS എന്താണ്, അവരുടെ IP അഡ്രസ് എന്താണ്, ലോഗിൻ ക്രെഡൻഷ്യൽ ഉപയോഗിക്കുന്ന മെയിൽ ഏതായിരിക്കും തുടങ്ങിയ എല്ലാ ഇൻഫർമേഷൻസും അവർക്ക് കിട്ടണം. ഇതെല്ലാം വരുന്നത് ഒരു ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിലാണ്. ഈ ഒരു ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണ് ഈ ഒരു ഹാക്കിങ്ങിൻ്റെ ബേസ് സ്റ്റെപ്സ്. അതായത് ഒരു ഹാക്കർ തൻ്റെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. അയാൾക്ക് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം കിട്ടിയതിന് ശേഷം മാത്രമേ അയാൾക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടക്കുവാൻ കഴിയുകയുള്ളൂ. സോ ഈ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്, അതായത് റെക്കഗ്നൈസൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഗ്യാതറിംഗ്, നമുക്ക് 2 ടൈപ്സ് ചെയ്യാൻ പറ്റും. അറ്റാക്കർ ചെയ്യുന്നത് ഒന്നെങ്കിൽ അത് ആക്റ്റീവോ അല്ലെങ്കിൽ പാസീവോ ആയിട്ടുള്ള മെത്തേഡിലായിരിക്കും ഇത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. എന്താണ് ആക്റ്റീവ് ഇൻഫർമേഷൻ ഗ്യാതറിംഗ്, എന്താണ് പാസീവ് ഇൻഫർമേഷൻ ഗ്യാതറിംഗ്? ഇനി നമ്മൾ പറയുന്നത് ഇതിനെക്കുറിച്ചാണ്. ആക്റ്റീവ് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എന്ന് പറയുമ്പോൾ പഴയ ഒരു കള്ളൻ്റെ കേസ് പറയുകയാണെങ്കിൽ, ഒരു കള്ളൻ എങ്ങനെയായിരിക്കും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക? നിങ്ങളുടെ വീടിൻ്റെ ലൊക്കേഷനിലേക്ക് വന്നു, അവിടെ ചുറ്റുപാടുകളൊക്കെ നിരീക്ഷിക്കുന്നു, അവിടെ ആരെങ്കിലും ഉണ്ടോ, എപ്പോൾ ആൾ പുറത്തു പോകും തുടങ്ങിയ ഇൻഫർമേഷൻസ് എല്ലാം അവർ അവിടെ നിന്ന് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കുന്നു. ഇതാണ് ആക്റ്റീവ് ഇൻഫർമേഷൻ ഗ്യാതറിംഗ്. ഇതേ പ്രോസസ്സ് തന്നെ ഒരു അറ്റാക്കറും ചെയ്യുകയാണ്. ഒന്നെങ്കിൽ അയാൾ ഡയറക്റ്റ് വന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഡിവൈസുമായി ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. ഇതാണ് ആക്റ്റീവ് റെക്കഗ്നൈസൻസ് അല്ലെങ്കിൽ ആക്റ്റീവ് ഇൻഫർമേഷൻ ഗ്യാതറിംഗ്. അപ്പോൾ പാസീവ് എന്തായിരിക്കും? നിങ്ങളൊരു പക്ഷേ ഒരു യാത്ര പോവുകയാണ്. നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലൈവിലും എല്ലാം പറയുകയാണ്, ഞാൻ ഇവിടെ പോവുകയാണ്, ഫാമിലിയായിട്ടാണ് പോകുന്നത്, ഇത്ര ദിവസം ട്രിപ്പാണ് തുടങ്ങിയ എല്ലാ പ്ലാനും പറയുകയാണ്. ഇത് കേൾക്കുന്ന ഒരാൾക്ക് നിങ്ങൾ അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതാണ് പാസീവ് ഇൻഫർമേഷൻ ഗ്യാതറിംഗ്. നിങ്ങളുടെ ഡേറ്റ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലോ ഇൻസ്റ്റാഗ്രാമിലോ എല്ലാം ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒരാൾക്ക് ഒരു തേർഡ് പാർട്ടിക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊരു ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിൻ്റെ മറ്റൊരു ഫേസാണ്, അല്ലെങ്കിൽ മറ്റൊരു മെത്തേഡാണ്. ഇപ്പോൾ അറ്റാക്കർക്ക് മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും വേണ്ടത് സ്കാനിങ് ആണ്. എന്താണ് സ്കാനിങ്? സ്കാനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒരു പക്ഷേ ഒരാളെ സ്കാൻ ചെയ്യുക, ഇതായിരിക്കും നിങ്ങൾ കോമൺലി കേട്ടിട്ടുണ്ടാകുന്നത്. എന്നാൽ ഇതേപോലെ തന്നെ ഒരു തീഫിൻ്റെ സെയിം എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു തീഫിന് ഒരു പക്ഷേ ഒരു കള്ളന് ഒരു ബിൽഡിങ്ങിനെ കുറിച്ചൊരു ഐഡിയ കിട്ടി. എന്നാൽ അവിടെയുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് എന്തൊക്കെയാണ്, അവിടെ CCTV ക്യാമറ ഉണ്ടോ, എന്തെങ്കിലും സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടോ തുടങ്ങിയ എന്തൊക്കെ ഇൻഫർമേഷൻസ് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും.
എങ്ങനെ ഈ സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റേഷനെ ബൈപ്പാസ് ചെയ്യാൻ പറ്റും തുടങ്ങിയ ഇൻഫർമേഷൻസ് എല്ലാം ഒരു കള്ളൻ പിന്നെയും കളക്ട് ചെയ്യണം. അവിടെ എന്തൊക്കെ സെക്യൂരിറ്റി മെക്കാനിസം ഉണ്ടാവാം, അവിടെ എന്തെങ്കിലും സെക്യൂരിറ്റി അലാറംസ് ഉണ്ടോ തുടങ്ങിയ എല്ലാ കാര്യം മനസ്സിലാക്കുന്ന പ്രോസസ്സാണ് ഈ സ്കാനിങ്ങിൽ വരുന്നത്. ഇതേപോലെ തന്നെ ഒരു ഹാക്കറും ഇതേ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു നെറ്റ്വർക്കിൽ എന്തെങ്കിലും ഫയർവാൾ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടോ, ഈ ഫയർവാളിനെ എങ്ങനെ ബൈപ്പാസ് ചെയ്യാം, എന്ത് വൾനറബിലിറ്റീസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ലൂപ്പ് ഹോളാണ് ഈ ഒരു സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റേഷൻ ഉള്ളത്, ഇതിനെങ്ങനെ ബൈപ്പാസ് ചെയ്യാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരു ഹാക്കർ മനസ്സിലാക്കുന്ന പ്രോസസ്സാണ് സ്കാനിങ്ങിലൂടെ വരുന്നത്. ഇവിടെ സ്കാനിങ് ഉപയോഗിക്കുന്നത് അഡ്വാൻസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസാണ്. ഇതുപയോഗിച്ച് ഒരു നെറ്റ്വർക്കിനെ കുറിച്ചോ ഒരു സെർവറിനെ കുറിച്ചോ എല്ലാം അറ്റാക്കർക്ക് സ്കാൻ ചെയ്ത് ഇൻഫർമേഷൻ കിട്ടും. നിങ്ങളുടെ ഡിവൈസിൻ്റെ വൾനറബിലിറ്റീസ്, നിങ്ങളുടെ ഡിവൈസിൻ്റെ OS, അതിൻ്റെ IP അഡ്രസ്, അതിൻ്റെ വേർഷൻസ് തുടങ്ങിയ എല്ലാം തന്നെ അറ്റാക്കർ കളക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് സ്കാനിങ് ഫേസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫേസാണ് ഗെയിനിങ് ആക്സസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്, അറ്റാക്കർക്ക് ഇൻഫർമേഷൻസ് ഓൾറെഡി കളക്ട് ചെയ്യാൻ പറ്റി. ഇനിയിപ്പോൾ എന്താണ് പെൻഡിങ്? ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യുക. ഒരുപക്ഷെ ഒരു വീടിൻ്റെ ലൊക്കേഷൻ കിട്ടുകയോ വീടിനെ കുറിച്ച് മനസ്സിലാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അടുത്തതായി എന്താണ് വേണ്ടത്? ആ വീട്ടിലേക്ക് കടന്നു കയറുന്ന താമസമേ ഒരു തീഫിനായാലും ഉള്ളൂ. അവിടെ ഡോർ എങ്ങനെ ഓപ്പൺ ചെയ്യാം, ഡോറിൻ്റെ ലോക്ക് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെ അകത്തേക്ക് കടക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു കള്ളൻ എപ്പോഴും പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം. ഇതാണ് ഗെയിനിങ് ആക്സസ് വരുന്നത്. ഇവിടെ ഒരു അറ്റാക്കർ ആണെങ്കിലോ അവർക്ക് വേണ്ടത് എന്താണ്? പാസ്വേഡ്. നിങ്ങളുടെ പാസ്വേഡ് എന്താണ്, നിങ്ങളുടെ പാസ്വേഡ് എങ്ങനെ ക്രാക്ക് ചെയ്യാം, അതിനെക്കുറിച്ചാണ് അവർ ഇവിടെ ചെയ്യുന്നത്. ഇതാണ് ഗെയിനിങ് ആക്സസ് വരുന്ന പ്രോസസ്സ്. എന്നാൽ ഗെയിനിങ് ആക്സസിന് ശേഷം എന്തായിരിക്കും നടക്കുക? ഒരു കള്ളൻ്റെ കേസ് ആണെങ്കിലോ നിങ്ങൾ പറയും ഫസ്റ്റ് ഓഫ് ഓൾ കള്ളൻ അകത്ത് കയറി കഴിഞ്ഞാൽ സാധനങ്ങൾ മോഷ്ടിക്കും എന്നാണ് നിങ്ങൾ പറയുന്ന ഉത്തരം. എന്നാൽ ഇതിന് മുമ്പായി തന്നെ ഒരു കള്ളൻ ചെയ്യുന്ന കാര്യമുണ്ട്. അയാൾ അവിടുത്തെ ഒരു ഡോർ ഓപ്പൺ ചെയ്തിടാൻ ചാൻസ് ഉണ്ട്. കാരണം എപ്പോഴെങ്കിലും സെക്യൂരിറ്റി അലാറമോ അല്ലെങ്കിൽ വീട്ടുകാർ ഉണരുകയാണെങ്കിൽ അവർ രക്ഷപ്പെടണ്ടേ. അപ്പോൾ അവർ എന്ത് ചെയ്യും? ഒരു ഡോർ ഓപ്പൺ ചെയ്തിടും, അവർക്ക് രക്ഷപ്പെടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇതുപോലൊരു പ്രോസസ്സാണ് ഇവിടെ ഹാക്കിങ്ങിൽ നടക്കുന്നത്. ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ നിങ്ങളൊരു പക്ഷേ ബാക്ക് ഡോർ ട്രോജൻ എന്ന് കേട്ടിട്ടുണ്ടാവാം. ഇവിടെ ഒരു സെർവറിലേക്ക് ഒരു അറ്റാക്ക് ചെയ്ത് കയറിക്കഴിഞ്ഞാൽ അവർ അവിടെ ഒരു മാൽവെയറിനെ പ്ലാൻ ചെയ്യും. ഈ മാൽവെയർ എന്ന് പറയുന്നത് ഒരു പക്ഷേ ട്രോജൻ ഹോഴ്സ് ആവാം. ഇങ്ങനത്തെ കേസിൽ ഈ ഒരു മാൽവെയർ ഉപയോഗിച്ച് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഒരു ഡിവൈസിലേക്ക് പിന്നെയും ആക്സസ് ചെയ്യാം. ഇതിനെയാണ് മെയിൻറ്റെയിനിങ് ആക്സസ് എന്ന് പറയുന്നത്. ഇവിടെ മെയിൻറ്റെയിനിങ് ആക്സസിൽ അറ്റാക്കർ ഒരു പക്ഷേ അയാളുടെ സമയം സ്പെൻഡ് ചെയ്ത് അവിടെ അറ്റാക്ക് ചെയ്ത് ആക്സസ് ഇട്ടിട്ടുണ്ട്. ഇനിയും അവർക്ക് ആ ഒരു ആക്സസിനെ കളയുവാൻ താല്പര്യമില്ല. അവർ ആ ആക്സസിനെ കീപ്പ് ചെയ്യും. ഒരു പക്ഷേ അവരുടെ ഫ്യൂച്ചർ അറ്റാക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട മറ്റേതെങ്കിലും ഫർദർ പ്ലാൻസിന് വേണ്ടിയിട്ടോ അവർ ആ ഡിവൈസിനെ കീപ്പ് ചെയ്യും. ഇതിനെയാണ് മെയിൻറ്റെയിനിങ് ദ ആക്സസ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടെ അറ്റാക്കർ മലീഷ്യസ് ആയിട്ടുള്ള ട്രോജൻ ഹോഴ്സ് പോലുള്ള സോഫ്റ്റ്വെയർ പിന്നെയും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ 4 സ്റ്റെപ്സ് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് ക്ലിയറിങ് ദ ട്രാക്സ്. നിങ്ങൾക്കറിയാവുന്നതാണ്, ഒരു പക്ഷേ ഒരു കള്ളൻ ഒരു മോഷണം നടത്തി കഴിഞ്ഞാൽ അയാൾക്ക് രക്ഷപ്പെടണം അല്ലെങ്കിൽ അയാൾക്ക് പിടിക്കപ്പെടാൻ താല്പര്യമില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അയാൾ ആ തെളിവുകളെല്ലാം നശിപ്പിക്കുവാൻ ശ്രമിക്കും. എങ്ങനെ? ഒരു പക്ഷേ അവിടുത്തെ ഫിംഗർ പ്രിൻറ്റ് മായ്ച്ച് കളയുകയോ അല്ലെങ്കിൽ ഡോഗ്സ് ഫോളോ ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ട്രിക്സ് അവൾ ഉപയോഗിക്കും. ഇതേപോലെ തന്നെയാണ് ഒരു ഹാക്കറിൻ്റെ കേസും. നമ്മളിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലാപ്ടോപ്പിലേക്കോ മൊബൈൽ ഫോണിലേക്കോ ലോഗിൻ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ അവിടെ എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം അവിടെ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കും. ഇതിനെയാണ് ലോഗ്സ് എന്ന് പറയുന്നത്. ലോഗ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, സ്മാർട്ട് വാച്ച് തുടങ്ങിയ എല്ലാ ഡിവൈസുകളും ലോഗ് ജനറേറ്റ് ചെയ്യും. എന്താണ് ലോഗ്സ്? നിങ്ങളുടെ മെഷീനിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ, നിങ്ങൾ ഒരു തവണ പാസ്വേഡ് റോങ് ആയിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മെഷീനിൽ തന്നെ സേവ് ചെയ്യും. ഇതിനെയാണ് ലോഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു റിമോട്ട്ലി ഒരു മെഷീനോട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ IP അഡ്രസ് എന്താണ്, ഏത് ടൈമിലാണ് കണക്ട് ചെയ്തത്, ഏത് യൂസറാണ്, ഏത് പാസ്വേഡാണ് കൊടുത്തത്, പാസ്വേഡ് കറക്റ്റ് ആയിരുന്നോ റോങ് ആയിരുന്നോ, എത്ര തവണ നിങ്ങൾ ട്രൈ ചെയ്തു തുടങ്ങിയ എല്ലാ ഇൻഫർമേഷൻസും അവിടെ കളക്ട് ചെയ്യപ്പെടും. ഇതിനെയാണ് ലോഗ് ഫയൽ എന്ന് പറയുന്നത്. ഈ ലോഗ് ഫയലിൽ അറ്റാക്കർ ലോഗിൻ ചെയ്യുമ്പോഴും ആ ഇൻഫർമേഷനും അവിടെ കളക്ട് ചെയ്യപ്പെടും. എന്നാൽ അറ്റാക്കർക്ക് എപ്പോഴെങ്കിലും
പിടിക്കപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ലോഗ് ഫയൽ എല്ലാം അവർ ക്ലിയർ ചെയ്യും. അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സൈബർ അറ്റാക്കിന് ശേഷം അവർ ആ ലോഗ് ഫയൽ എപ്പോഴും ക്ലിയർ ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു അറ്റാക്ക് നടത്തിയത് ആരാണെന്നുള്ള ഇൻഫർമേഷൻസ് അവർക്ക് കിട്ടാതെ പോകുന്നത്. ഇതാണ് ലോഗ് ഫയലിൻ്റെ ഉപയോഗം. അപ്പോൾ ഈ ക്ലിയറിംഗ് ട്രാക്സിൽ എന്താണ് അറ്റാക്കർ ചെയ്യുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു കള്ളൻ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ തന്നെ അറ്റാക്കറും ഇവിടെ തൻ്റെ ക്രൈം ഫൈൻഡ് ചെയ്യപ്പെടാതിരിക്കാനായിട്ട് എടുക്കുന്ന പ്രിക്വേഷൻസ് ആണ് ക്ലിയറിംഗ് ട്രാക്സിലുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് 5 സ്റ്റെപ്സ് ഓഫ് ഹാക്കിംഗ്. എന്നാൽ നമ്മൾ ഇതിനെക്കുറിച്ച് തന്നെ ഡീപ്പായിട്ട് തന്നെ പഠിക്കാൻ പോകുന്നുണ്ട്. അതായത് എന്താണ് റെക്കഗ്നൈസൻസ്, എങ്ങനെയാണ് ചെയ്യുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. ഓരോ ടോപ്പിക്കിലും നമ്മൾ ധാരാളം പ്രാക്ടിക്കൽസും ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ബൈ.